വേ ടു വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിക്സ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമൺ ഡിസീസസ് ഓഫ് ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മൈക്രോസ്കോപ്പി ഓഫ് കോർണിയൽ അൾസർ ഷോഡ് ബ്രാഞ്ചിങ് സെപ്റ്റേറ്റ് ഹൈഫേ ദ പ്രൊബബിൾ ഡയഗ്നോസിസ്. ബ്രാഞ്ചിങ് ആയിട്ടുള്ള സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫേ ഏതിലാണ് കാണുക? നമ്മൾ ഫംഗസിൻ്റെ പല ടൈപ്സ് പറഞ്ഞിരുന്നു. അതിൽ ബ്രാഞ്ചിങ് സെപ്റ്റേറ്റ് ഹൈഫേ ഈ പറഞ്ഞതിൽ ഏതിലാണ് കാണുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എത്ര പേർക്ക് ഓർമ്മയുണ്ടോ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെരാറ്റോമലേഷ്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ മീസ്ലസ്, ബി മംസ്, സി റുബല്ല, ഡി ചിക്കൻ ബോക്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മീസ്ലസ് ആണ് കെരാറ്റോമലേഷ്യ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ ട്രൂ അബൌട്ട് കെരാറ്റോകോണസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഇൻക്രീസ്ഡ് കർവേച്ചർ ഓഫ് കോർണിയ, ബി അസ്റ്റിഗ്മാറ്റിസം, സി കെയർ റിംഗ് കോർണിയ, ഡി തിക്ക് കോർണിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി തിക്ക് കോർണിയാണ് കെരാറ്റോകോണസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കാണാത്തത്. നമ്മൾ കെരാറ്റോകോണസ് കണ്ടീഷൻസിൽ തിന്നിങ് ഓഫ് കോർണിയാണ് ഉണ്ടാവുക, തിക്നെസ് അല്ല ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് ഫോർ ഫോട്ടോഫ്താൽമിയ ഈസ് ഓപ്ഷൻസ് എ ഇറിഗേഷൻ വിത്ത് ആൻറ്റിബയോട്ടിക്സ്, ബി ഇറിഗേഷൻ വിത്ത് ലോക്കൽ അനസ്തേഷ്യ, സി ഇറിഗേഷൻ വിത്ത് സലൈൻ, ഡി പാച്ചിങ് ദ ഐ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫോട്ടോഫ്താൽമിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. UV റേസ് എന്നുള്ള എക്സ്പോഷർ കാരണമായിട്ടാണ് ഫോട്ടോഫ്താൽമിയ ഉണ്ടാവുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പാച്ചിങ് ദ ഐ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിക്കറൻറ്റ് കോർണിയൽ ഇറോഷൻ സീൻ ഇൻ ഓപ്ഷൻസ് എ കോർണിയൽ ഡിസ്ട്രോഫി, ബി കെരാറ്റോഗ്ലോബസ്, സി കെരാറ്റോകോണസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കോർണിയൽ ഡിസ്ട്രോഫീസിലാണ് നമുക്ക് റിക്കറൻറ്റ് കോർണിയൽ എറോഷൻസ് കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻലാർജ്ഡ് കോർണിയൽ നെർവ്സ് മേ ബി സീൻ ഇൻ ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ കെരാറ്റോകോണസ്, ബി ഹെർപ്പസ് സിംപ്ലെക്സ് കെരാറ്റൈറ്റിസ്, സി ലെപ്രസി, ഡി ന്യൂറോ ഫൈബ്രോമെറ്റോസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹെർപ്പസ് സിംപ്ലെക്സ് കെരാറ്റൈറ്റിസ് ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസിലും കെരാറ്റോകോണസ്, ലെപ്രസി, ന്യൂറോ ഫൈബ്രോമെറ്റോസിസ് ഇതിലൊക്കെ നമുക്ക് എൻലാർജ്ഡ് കോർണിയൽ നെർവ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോർണിയൽ ട്രാൻസ്പെറൻസി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ റിലേറ്റീവ് ഡീഹൈഡ്രേഷൻ, ബി ഇൻക്രീസ്ഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഇൻ സെൻറ്റർ ഓഫ് കോർണിയ, സി അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്, ഡി യൂണിഫോം സ്പേസിംഗ് ഓഫ് കൊളാജൻ ഫൈബ്രിൽസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻക്രീസ്ഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഇൻ സെൻറ്റർ ഓഫ് കോർണിയ. ബാക്കിയെല്ലാം കോർണിയൽ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. റിലേറ്റീവ് ഡീഹൈഡ്രേഷൻ, അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്, യൂണിഫോം സ്പേസിംഗ് ഓഫ് കൊളാജൻ ഫൈബ്രിൽസ് ഇവയെല്ലാം കോർണിയൽ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റിറോയിഡ്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഓപ്ഷൻസ് എ ഫ്ലിങ്ടെറുലാർ കൺജക്റ്റിവൈറ്റിസ്, ബി മൂറൻസ് അൾസർ, സി വേർണൽ കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ്, ഡി ഡെൻഡ്രൈറ്റിക് അൾസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഡെൻഡ്രൈറ്റിക് അൾസർ ആണ്. ആൻറ്റിബയോട്ടിക്സ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇതിൽ ഏതായിരുന്നു? അത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെരാറ്റോകോണസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഡൗൺ സിൻഡ്രോം, ബി മാഫൻ സിൻഡ്രോം, സി ഡാൻലോസ് സിൻഡ്രോം, ഡി ഉഷർ സിൻഡ്രോം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഉഷർ സിൻഡ്രോം ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസുമായിട്ടും കെരാറ്റോകോണസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഡ ഡോസ്റ്റ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻസ് എ സിമ്പത്തറ്റിക് ഒഫ്താൽമിയ, ബി റിജക്ഷൻ ഇൻ കോർണിയൽ ഗ്രാഫ്റ്റ്, സി അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ, ഡി ലീഷൻ ഇൻ ഒപ്റ്റിക് കയാസ്മ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി റിജക്ഷൻ ഇൻ കോർണിയൽ ഗ്രാഫ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ദ ഫോളോവിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് എപ്പിസ്ക്ലെറൈറ്റിസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ റെഡ്നെസ്, ബി മാർക്ക്ഡ് പെയിൻ, സി ഫോട്ടോഫോബിയ, ഡി ലാക്രിമേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മാർക്ക്ഡ് പെയിൻ ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസും ബാക്കി എല്ലാ ഫീച്ചേഴ്സും എപ്പിസ്ക്ലെറൈറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. റെഡ്നെസ്, ഫോട്ടോഫോബിയ, ലാക്രിമേഷനൊക്കെ. പെയിൻ അത്രത്തോളം സിവിയർ ആയിട്ട് എപ്പിസ്ക്ലെറൈറ്റിസിൻ്റെ കേസിൽ കാണാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്ലിയറൈറ്റിസ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ പോളി ആർത്തറൈറ്റിസ് നോഡോസ, ബി ട്യൂബർകുലോസിസ്, സി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഡി സാർക്കോയിഡോസിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി സ്ക്ലിറൈറ്റിസ് കാണാറുള്ളത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കൂടാണ്ട് കണക്റ്റീവ് ടിഷ്യൂ വാസ്കുലർ ഡിസോർഡേഴ്സ് ലൈക്ക് പോളി ആർട്ടറൈറ്റിസ് നോഡോസ, SLE, വെഗ്നേഴ്സ് ഗ്രാനുലോമറ്റോസിസ് ആൻഡ് മിസലേനിയസ് ഡിസീസ് ലൈക്ക് റിലാപ്സിംഗ് പോളികോൺട്രൈറ്റിസ്, ഹെർപ്പസ് സോസ്റ്റർ
സർജിക്കലി ഇൻഡ്യൂസ്ഡ് സ്ക്ലിയറൈറ്റിസ്. ഇതിലൊക്കെ നമുക്ക് നെക്രോട്ടൈസിങ് സ്ക്ലിയറൈറ്റിസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ വെറൈറ്റി ഓഫ് സ്ക്ലിയറൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ നോൺ നെക്രോട്ടൈസിങ് ആൻറ്റീരിയർ ഡിഫ്യൂസ്, ബി നോൺ നെക്രോട്ടൈസിങ് ആൻറ്റീരിയർ നോഡുല, സി ആൻറ്റീരിയർ നെക്രോട്ടൈസിങ് വിത്ത് ഇൻഫ്ലമേഷൻ, ഡി ആൻറ്റീരിയർ നെക്രോട്ടൈസിങ് വിത്തൗട്ട് ഇൻഫ്ലമേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നോൺ നെക്രോട്ടൈസിങ് ആൻറ്റീരിയർ ഡിഫ്യൂസ് ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ വെറൈറ്റി ആയിട്ട് സ്ക്ലിയറൈറ്റിസിൻ്റെ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീലിയറി സ്റ്റഫൈലോമ occurs due to all of the following except options A scleritis, B perforating injury, C absolute glaucoma, D episcleritis. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എപ്പിസ്ക്ലിയറൈറ്റിസ് ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസുമായിട്ടും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സീലിയറി സ്റ്റഫൈലോമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്റ്റഫൈലോമ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? സ്റ്റഫൈലോമ റെഫേഴ്സ് ടു ബൾഗിങ് ഓഫ് ദ എക്ടാസ്റ്റിക് സൈക്കാട്രീഷ്യൽ ഔട്ടർ കോട്ട് ഓഫ് ദ ഐബോൾ ലൈൻഡ് ബൈ ഉവിയൽ ടിഷ്യൂ. ഈ സ്റ്റഫൈലോമ പല ടൈപ്പ് ഉണ്ട്. ആൻറ്റീരിയർ സ്റ്റഫൈലോമ, ഇന്റർകാലറി സ്റ്റഫൈലോമ, സിലിയറി സ്റ്റഫൈലോമ, ഇക്വറ്റോറിയൽ സ്റ്റഫൈലോമ ആൻഡ് പോസ്റ്റീരിയർ സ്റ്റഫൈലോമ. ഇതിൽ സ്ക്ലിയറൈറ്റിസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് മെയിനായിട്ട് ഇന്റർകാലറി സ്റ്റഫൈലോമയും സീലിയറി സ്റ്റഫൈലോമയും ആണ്. ഇതിൽ ഇന്റർകാലറി സ്റ്റഫൈലോമയിൽ സ്ക്ലിയറൈറ്റിസ് കൂടാണ്ട് പെർഫറേറ്റിംഗ് ഇഞ്ചുറി, പെരിഫറൽ കോർണൽ അൾസർ ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായാലും ഇന്റർകാലറി സ്റ്റഫൈലോമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി സീലിയറി സ്റ്റഫൈലോമ ഉണ്ടാക്കുന്ന കേസുകൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ്, ഇവിടെ പറഞ്ഞത് തന്നെയാണ്. സ്ക്ലിയറൈറ്റിസ്, പെർഫറേറ്റിംഗ് ഇഞ്ചുറി ഓർ അബ്സല്യൂട്ട് ഗ്ലോക്കോമ. ഇക്വറ്റോറിയൽ സ്റ്റഫൈലോമ മെയിനായിട്ട് കാണുന്നത് ഹീൽഡ് സ്ക്ലിയറൈറ്റിസിലും നല്ല ഹൈ മയോപ്പിയ കേസസുകളിലുമാണ്. ഇനി പോസ്റ്റീരിയർ സ്റ്റഫൈലോമ മെയിനായിട്ട് കാണുന്നത് പാത്തോളജിക്കൽ മയോപ്പിയയിലാണ്. അതുകൂടാണ്ട് പോസ്റ്റീരിയർ സ്ക്ലിയറൈറ്റിസ് ആൻഡ് പോസ്റ്റീരിയർ പെർഫറേറ്റിംഗ് ഇഞ്ചുറി ഈ കണ്ടീഷൻസിലും നമുക്ക് പോസ്റ്റീരിയർ സ്റ്റഫൈലോമ കാണാൻ പറ്റും. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാത്തോളജിക്കൽ മയോപ്പിയാണ് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂ സ്ക്ലിയർ ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ അൽകാപ്റ്റോനൂറിയ, ബി ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, സി ലോവ് സിൻഡ്രം, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബ്ലൂ സ്ക്ലിയറായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ. അത് കൂടാണ്ട് മാർഫൻ സിൻഡ്രം, ഏലസ് ഡാൻലോസ് സിൻഡ്രം, സ്യൂഡോക്സാന്തോമ എലാസ്റ്റിക്കം, കഞ്ചനൈറ്റൽ ഗ്ലൂക്കോമാസ്, ഹീൽഡ് സ്ക്ലിയറോസിസ് ആൻഡ് വേർണർ സിൻഡ്രം, സ്റ്റഫൈലോമ, പേഗറ്റ്സ് ഡിസീസ് ഇവയിലും നമുക്ക് ബ്ലൂ സ്ക്ലിയറ കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് നന്നായിട്ട് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺസ്റ്റ് കോസ് ഓഫ് പോസ്റ്റീരിയർ സ്റ്റഫൈലോമ ഈസ് ഓപ്ഷൻസ് എ ഗ്ലോക്കോമ, ബി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, സി ഐറിഡോസൈക്ലൈറ്റിസ്, ഡി ഹൈ മയോപ്പിയ. നമ്മൾ പറഞ്ഞിരുന്നു പോസ്റ്റീരിയർ സ്റ്റഫൈലോമയുടെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് പാത്തോളജിക്കൽ മയോപ്പിയ ആണ്. പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറയുന്നത് ഹൈ മയോപ്പിക് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റഫൈലോമ ഇൻവോൾവ്മെൻറ്റ് ഓപ്ഷൻസ് എ ഐറിസ് വിത്ത് കഞ്ചൻറ്റേവ, ബി കഞ്ചൻറ്റേവ വിത്ത് കോർണിയ, സി കൊറോയിഡ് വിത്ത് റെറ്റിന, ഡി ഐറിസ് വിത്ത് കോർണിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഐറിസ് വിത്ത് കോർണിയ ആണ് സ്റ്റഫൈലോമ ഇൻവോൾവ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ആൻറ്റീരിയർ സ്റ്റഫൈലോമ ഈസ് ഓപ്ഷൻസ് എ കോർണൽ അൾസർ, ബി മയോപ്പിയ, സി ഹൈപ്പർമെട്രോപ്പിയ, ഡി ഹെർപ്പറ്റിക് കെരാറ്റൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ആൻറ്റീരിയർ സ്റ്റഫൈലോമയുടെ മോസ്റ്റ് കോമൺ കോസ് ചോദിച്ചാൽ ഓപ്ഷൻ എ കോർണൽ അൾസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്ക്ലിയറൈറ്റിസ് ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ സ്ക്ലിയറോമലേഷ്യ perforans is commonly associated systemic disease, B pain is not a prominent feature, C retinal detachment is a non-complication, D glaucoma may occur. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസും സ്ക്ലിയറൈറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവയാണ്. പെയിൻ എന്ന് പറയുന്നതും സ്ക്ലിയറൈറ്റീസിൻ്റെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. എന്നാൽ എപ്പിസ്ക്ലിയറൈറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഈസ് നോട്ട് എ പ്രൊമിനൻ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ എത്തിയോളജിക്കൽ വെറൈറ്റി ഓഫ് ഉവിയൈറ്റീസ് ഓപ്ഷൻസ് എ ഇൻഫെക്റ്റീവ്, ബി അലർജിക്, സി ടോക്സിക്, ഡി മെറ്റബോളിക്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അലർജിക് ആണ്. ഏറ്റവും മോസ്റ്റ് കോമൺ എത്തിയോളജിക്കൽ വെറൈറ്റി ഓഫ് ഉവിയൈറ്റീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അലർജിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റിസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ മിനിമൽ സിലിയറി കഞ്ചഷൻ, ബി മട്ടൺ ഫാറ്റ് കേപ്പീസ്, സി മാർക്ക്ഡ് അക്വസ് ഫ്ലെയർ, ഡി നോഡ്യൂൾസ് ഓൺ ദ ഐറിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റിസും ഉണ്ട്, നോൺ ഗ്രാനുലോമാറ്റസും ഉണ്ട്. ഈ പറഞ്ഞവയിൽ
ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റീസിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മാർക്ക്ഡ് അക്വസ് ഫ്ലയർ. ഇതിൽ ഈ KPs അല്ലെങ്കിൽ കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് പ്രോട്ടീനീഷ്യസ് സെല്ലുലാർ ഡിപ്പോസിറ്റ്സ് അറ്റ് ദി ബാക്ക് ഓഫ് ദ കോർണിയ. എല്ലാ ടൈപ്പ് സൈക്ലൈറ്റീസിൻ്റെയും ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണിത്. ഇനി ഈ അക്വസ് ഫ്ലെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ലീക്കേജ് ഓഫ് പ്രോട്ടീൻ പാർട്ടിക്കിൾസ് ഇൻ ടു ദി അക്വസ് ഹ്യൂമർ ഫോളോവിങ് ബ്രേക്ക് ഡൗൺ ഓഫ് ബ്ലഡ് അക്വസ് ബാരിയർ. ബ്ലഡ് അക്വസ് ബാരിയറിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ അക്വസ് ഹ്യൂമറിലേക്ക് പ്രോട്ടീൻ പാർട്ടിക്കിൾസിൻ്റെ ലീക്കേജ് സംഭവിക്കുമ്പോഴാണ് അക്വസ് ഫ്ലെയർ ഫോം ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് ഫീച്ചേഴ്സും ഓർത്തിരിക്കുക. ഗ്രാനുലോമാറ്റസ് ഉവേറ്റീസിൻ്റെയും നോൺ ഗ്രാനുലോമാറ്റസ് ഉവേറ്റീസിൻ്റെയും മെയിൻ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓൺസെറ്റ് എടുക്കുകയാണെങ്കിൽ ഗ്രാനുലോമാറ്റസ് എന്ന് പറയുന്നത് ഇൻസീഡിയസ് ആണ്, നോൺ ഗ്രാനുലോമാറ്റസ് ആണെങ്കിൽ അക്യൂട്ട് ആണ്. കെരാറ്റിക് പ്രസിപിറ്റേറ്റ്സ് ഗ്രാനുലോമാറ്റസിലധികവും മട്ടൺ ഫാറ്റ് ടൈപ്പാണ് കാണുക, എന്നാൽ നോൺ ഗ്രാനുലോമാറ്റസിൽ സ്മോൾ ടൈപ്പാണ് കാണുക. ഐറിസ് നോഡ്യൂൾസ് എന്ന് പറയുന്നത് ഗ്രാനുലോമാറ്റസിൽ യൂഷ്വലി പ്രസൻ്റ് ആണ്, നോൺ ഗ്രാനുലോമാറ്റസിലാണെങ്കിൽ ആബ്സെൻ്റ് ആണ്. പോസ്റ്റീരിയർ സൈനക്കെ എന്ന് പറയുന്നത് ഗ്രാനുലോമാറ്റസിൽ തിക്ക് ആൻഡ് ബ്രോഡ് ബേസ്ഡ് ആയിരിക്കും. നോൺ ഗ്രാനുലോമാറ്റസ് എടുക്കുകയാണെങ്കിൽ തിൻ ആൻഡ് ടെനസ് ആയിരിക്കും. ആൻഡ് ഫണ്ടസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാനുലോമാറ്റസിൻ്റെ കേസിൽ ന്യൂഡുലാർ ലീഷൻസ് കാണാൻ പറ്റും, എന്നാൽ നോൺ ഗ്രാനുലോമാറ്റസിൽ ഡിഫ്യൂസ് ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും. ഈ ഫീച്ചേഴ്സ് കൂടാണ്ട് അക്വസ് ഫ്ലെയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രാനുലോമാറ്റസിൻ്റെ കേസിൽ മിനിമൽ അക്വസ് ഫ്ലെയർ ആയിരിക്കും, എന്നാൽ നോൺ ഗ്രാനുലോമാറ്റസിൻ്റെ കേസിൽ മാർക്ക്ഡ് അക്വസ് ഫ്ലെയർ ആയിരിക്കും. ഇതും കൂടെ ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് acute non-granulomatous iridocyclitis except options A. marked ciliary congestion, B. numerous small keratic precipitates, C. minimal aqueous flare, D. no iris nodules. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പേസ് നോഡ്യൂൾസ്. ഓപ്ഷൻസ് A. are a feature of non-granulomatous iridocyclitis, B. are situated at the pupillary border, C. consist of polymorphonuclear cells, D. do not initiate posterior synaptic formation. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ആർ സിറ്റുവേറ്റഡ് അറ്റ് ദി പ്യൂപ്പലറി ബോർഡർ. അതായത് ഈ കോപ്പി നോഡ്യൂൾസ് എന്ന് പറയുന്നത് സ്മോൾ യെല്ലോവിഷ് നോഡ്യൂൾസ് ആണ്, അത് പ്യൂപ്പലറി ബോർഡറിലാണ് കാണുക. ആൻഡ് ഇത് നോൺ ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റീസിൻ്റെ അല്ല, ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റീസിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫെസ്റ്റൂൺഡ് പ്യൂപ്പിൾ റിസൾട്ട്സ് ഫ്രം ഓപ്ഷൻസ് A. irregular dilatation of pupil with atropine in the presence of segmental posterior synapse, B. annular synapse, C. occlusion papillae, D. all of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഫെസ്റ്റൂൺഡ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഇറഗുലർ ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ വിത്ത് അട്രോപ്പിൻ ഇൻ ദി പ്രസൻസ് ഓഫ് സെഗ്മെൻ്റൽ പോസ്റ്റീരിയർ സൈനക്കെ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോൾ ഓഫ് അട്രോപ്പിൻ ഇൻ ഐറിഡോസൈക്ലൈറ്റിസ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് A. it dilates the pupil, prevents the formation of synapse and may break the already formed synapse. B. gives comfort and rest to the eye by relieving ciliary muscle spasm. C. it reduces exudation by decreasing hyperemia. D. it lowers the IOP, increasing aqueous outflow facility. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം അട്രോപ്പിന് ഐറിഡോസൈക്ലൈറ്റിസിൻ്റെ കേസിലുള്ള റോൾസ് ആണ്. ഇറ്റ് ഡയലേറ്റ്സ് ദ പ്യൂപ്പിൾ, പ്രിവെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് സൈനക്കെ ആൻഡ് മേ ബ്രേക്ക് ദ ഓൾറെഡി ഫോംഡ് സൈനക്കെ, ഗീവ്സ് കംഫർട്ട് ആൻഡ് റെസ്റ്റ് ടു ദ ഐ ബൈ റിലീവിംഗ് സീലിയറി സ്പാസം. ഇറ്റ് റെഡ്യൂസസ് എക്സുഡേഷൻ ബൈ ഡിക്രീസിങ് ഹൈപ്പറേമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാനുലോമാറ്റസ് uveitis is seen in all of the following except options A. uveitis with ankylosing spondylitis, B. sympathetic ophthalmitis, C. tubercular uveitis, D. uveitis in sarcoidosis. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് ഗ്രാനുലോമാറ്റസ് uveitis കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാലൻ ഫുഡ്സ് നോഡ്യൂൾസ് ആർ പാത്തോണോമിക് ഓഫ് ഓപ്ഷൻസ് A. pathological myopia, B. sympathetic ophthalmitis, C. Fuchs uveitis syndrome, D. sarcoidosis. ഇതിൻ്റെ ആൻസർ ഡാലൻ ഫുഡ്സ് നോഡ്യൂൾസ് ആർ പാത്തോണോമിക് ഓഫ് ഓപ്ഷൻ ബി സിമ്പതറ്റിക് ഓഫ്താൽമൈറ്റിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നോബോൾ
opacities near the ora serrata are pathognomic of options A. Fungal endophthalmitis, B. Pars planitis, C. Diabetic retinopathy, D. Anterior choroiditis. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. പാസ് പ്ലാനൈറ്റീസിലാണ് നമുക്ക് സ്നോബാൾ ഒപ്പാസിറ്റീസ് കാണാൻ പറ്റുക. ഇതുപോലെ ഫംഗൽ എൻഡോഫ്താൽമൈറ്റീസിൽ കാണുന്ന എ ടൈപ്പ് ഓഫ് ഒപ്പാസിറ്റി ആണ് പഫ് ബാൾസ് ഒപ്പാസിറ്റി. പഫ് ബാൾസ് അത് വിട്രസിലാണ് കാണാൻ പറ്റുക. അതും കൂടെ ഓർത്ത് വെക്കുക. അതും ഇതും കൂടെ കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് ആക്ടിവിറ്റി ഇൻ ക്രോണിക് ഐറിഡോസൈക്ലൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ. അക്വസ് സെൽസ്, ബി. അക്വസ് ഫ്ലയർ, സി. പിഗ്മെൻറ്റഡ് കേപ്പീസ്, ഡി. ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അക്വസ് സെൽസ് ആണ്. ക്രോണിക് ഐറിഡോസൈക്ലൈറ്റിസിൻ്റെ സൈൻ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ എ അക്വസ് സെൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബാക്ടീരിയൽ എൻഡോഫ്താൽമൈറ്റിസ് സിസ്റ്റമിക് സ്റ്റിറോയിഡ്സ് ഷുഡ് ബി ഓപ്ഷൻസ് എ. സ്റ്റാർട്ടഡ് ഇമ്മീഡിയറ്റ്ലി, ബി. സ്റ്റാർട്ടഡ് ആഫ്റ്റർ 12 to 24 hours ഓഫ് ഇൻറ്റൻസീവ് ആൻറ്റിബയോട്ടിക് തെറാപ്പി, സി. ഗിവൻ ആഫ്റ്റർ 7 days ഓഫ് ഇൻറ്റൻസീവ് ആൻറ്റിബയോട്ടിക് തെറാപ്പി, ഡി. നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻ ബാക്ടീരിയൽ എൻഡോഫ്താൽമൈറ്റിസ് സിസ്റ്റമിക് സ്റ്റിറോയിഡ്സ് ഷുഡ് ബി started after 12 to 24 hours of intensive antibiotic therapy. Next question, iritis rosette is seen in options A. leprosy, B. syphilis, C. tuberculosis, D. sarcoidosis. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. സൈഫിൽസിലാണ് നമുക്ക് ഐറൈറ്റിസ് റോസറ്റെ കാണാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോവിങ് ഫീച്ചേഴ്സ് ഓഫ് പാനോഫ്താൽമൈറ്റിസ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം എൻഡോഫ്താൽമൈറ്റിസ് except options A. presence of pus in the anterior chamber, B. proptosis, C. limited and painful ocular movements, D. complete loss of vision. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. പസ് നമുക്ക് ആൻറ്റീരിയർ ചേമ്പറിൽ പസ് എന്നുള്ളത് എൻഡോഫ്താൽമൈറ്റീസിൻ്റെയും പാനോഫ്താൽമൈറ്റീസിൻ്റെയും ഒരേപോലുള്ള ഫീച്ചറാണ്. ബാക്കിയെല്ലാം പാനോഫ്താൽമൈറ്റീസിൻ്റെ മാർക്ക്ഡ് ഫീച്ചേഴ്സാണ്. ഈ എൻഡോഫ്താൽമൈറ്റിസും പാനോഫ്താൽമൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻഡോഫ്താൽമൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇന്നർ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഐബോൾ ആണ്. എന്നാൽ പാനോഫ്താൽമൈറ്റിസ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് പ്യൂർലൻ്റ് ഇൻഫ്ലമേഷൻ ആണ്. ഇറ്റ് അഫക്ട്സ് വോൾ ഐബോൾ ഇൻക്ലൂഡിങ് ദി ടെനൻസ് ക്യാപ്സ്യൂൾ. രണ്ട് കേസിലും എൻഡോഫ്താൽമൈറ്റിസിൻ്റെ കേസിലും പാനോഫ്താൽമൈറ്റിസിൻ്റെ കേസിലും IOPക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കേസിലും ആദ്യം IOP നന്നായിട്ട് റൈസ് ചെയ്യും. എൻഡോഫ്താൽമൈറ്റിസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ കേസ് ആകുമ്പോഴേക്കും സിലിയറി പ്രോസസ്സൊക്കെ എന്താവും? ഡിസ്ട്രോയ് ആവും. അങ്ങനെ ഇൻട്രാക്കുലാർ പ്രഷർ എന്ത് ചെയ്യും? ഫോൾ ആകും. അങ്ങനെ ഗ്ലോബ് ഷ്രിങ്ക് ആവും. ഇനി പാനോഫ്താൽമൈറ്റിസിൻ്റെ കേസിലേക്ക് വന്നാൽ ഗ്ലോബ് പെർഫറേഷൻ മേ ഒക്കർ അറ്റ് ലിംബസ്, പസ് കംസ് ഔട്ട് ആൻഡ് ഇൻട്രാക്കുലാർ പ്രഷർ ഫോൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐറിസ് പേൾസ് ആർ സീൻ ഇൻ ഓപ്ഷൻസ് എ. സൈഫിലിസ്, ബി. ലെപ്രസി, സി. സാർക്കോയിഡോസിസ്, ഡി. ട്യൂബർക്കുലോസിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ലെപ്രസി ആണ്. ലെപ്രസിയിലാണ് നമുക്ക് ഐറിസ് പേൾസ് കാണാൻ പറ്റുക. നമ്മൾ നേരത്തെ ഐറൈറ്റിസ് റോസറ്റെ സീൻ ചെയ്യുന്നത് ഏതിലാണെന്നാണ് പറഞ്ഞിരുന്നത്? അത് സൈഫിലിസിൻ്റെ കേസിലായിരുന്നു. രണ്ടും തമ്മിൽ മാറരുത്. ഐറിസ് പേൾസ് എന്ന് ചോദിച്ചാൽ ലെപ്രസിയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസെറ്റ്സ് ഡിസീസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ. യൂണിലാറ്ററൽ ഗ്രാനുലോമാറ്റസ് ഊവൈറ്റിസ്, ബി. റിക്കറൻറ്റ് ഹൈപ്പോപയോൺ, സി. അഫ്തോസ് അൾസറേഷൻ, ഡി. ജെനൈറ്റൽ അൾസറേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ ബേസെറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത് ടിപ്പിക്കലി അഫക്ട്സ് യങ് മെൻ ഹു ആർ പോസിറ്റീവ് ഫോർ HLA-B5 ആൻഡ് ഇതിൻ്റെ ഒക്കുലർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആണ്, റിക്കറൻ്റ് ആണ്, അക്യൂട്ട് നോൺ ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റിസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസിയൻറ്റ് ഹൈപ്പോപയോൺ. ഒക്കുലർ ഫീച്ചേഴ്സ് ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. ബൈലാറ്ററൽ ആണ്, റിക്കറൻറ്റ്, അക്യൂട്ട് നോൺ ഗ്രാനുലോമാറ്റസ് ഐറിഡോസൈക്ലൈറ്റിസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസിയൻറ്റ് ഹൈപ്പോപയോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാനുലോമാറ്റസ് ഊവൈറ്റിസ് വിത്ത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരോട്ടിഡ് ഗ്ലാൻഡ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് എ. ട്യൂബർക്കുലോസിസ്, ബി. സൈഫിലിസ്, സി. മംസ്, ഡി. സാർക്കോയിഡോസിസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സാർക്കോയിഡോസിസിലാണ് ഗ്രാനുലോമാറ്റസ് ഊവൈറ്റിസ് വിത്ത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരോട്ടിഡ് ഗ്ലാൻഡ് സീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ഹിസ്റ്റോപാത്തോളജിക്കൽ ടൈപ്പ് ഓഫ് മാലിഗ്നൻറ്റ് മെലനോമ ഓഫ് കൊറോയിഡീസ് ഓപ്ഷൻസ് എ. സ്പിൻഡിൽ എ സെൽ, ബി. സ്പിൻഡിൽ ബി സെൽ, സി. എപ്പിത്തീലിയോയിഡ് സെൽ, ഡി. മിക്സ്ഡ് സെൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മിക്സ്ഡ് സെല്ലാണ്.
മാലിഗ്നന്റ് മെലനോമ ഓഫ് കൊറോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത് സ്പിൻഡിൽ എ സെൽ ടൈപ്പിനാണ് ആൻഡ് വേഴ്സ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത് എപ്പിത്തീലോയിഡ് സെല്ലിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർലിയസ്റ്റ് സിംറ്റം ഓഫ് സിമ്പതറ്റിക് ഓഫ്താൽമൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ പെയിൻ, ബി ഡിക്രീസ്ഡ് ഡിസ്റ്റന്റ് വിഷൻ, സി ഫോട്ടോഫോബിയ, ഡി ഡിപ്ലോപ്പിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫോട്ടോഫോബിയ ആണ് ഇയർലിയസ്റ്റ് സിംറ്റം ഓഫ് സിമ്പത്തറ്റിക് ഓഫ്താൽമൈറ്റിസ്. ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ഡിസീസിൻ്റെയും ഇയർലിയസ്റ്റ് സിംറ്റം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇയർലിയസ്റ്റ് സൈൻ ഓഫ് ആൻറ്റീരിയർ uveitis ഈസ് ഓപ്ഷൻസ് എ അക്വസ് ഫ്ലയർ, ബി കെരാറ്റിക് പ്രസിപ്പിറ്റേറ്റ്സ്, സി കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ, ഡി റൈസ്ഡ് ഇൻട്രാക്കുലർ പ്രഷർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അക്വസ് ഫ്ലയർ ആണ് ആൻസർ. ദ മോസ്റ്റ് ഇയർലിയസ്റ്റ് സൈൻ ഓഫ് ആൻറ്റീരിയർ uveitis എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ അക്വസ് ഫ്ലയർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കംപ്ലീറ്റ് ആൽബിനിസം ദ കളർ ഓഫ് ഐറിസ് ഈസ് ഓപ്ഷൻസ് എ വൈറ്റ്, ബി ബ്ലാക്ക്, സി പിങ്ക്, ഡി ബ്ലൂ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പിങ്ക് ആണ്. കംപ്ലീറ്റ് ആൽബിനിസത്തിൻ്റെ കേസിൽ പിങ്ക് കളേർഡ് ആയിരിക്കും ഐറിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അക്യൂട്ട് ഐറിഡോസൈക്ലൈറ്റിസ് ഈസ് ഓപ്ഷൻസ് എ സ്റ്റീറോയിഡ്സ്, ബി അസറ്റസോളമൈഡ്, സി അട്രോപ്പിൻ, ഡി ആൻറ്റിബയോട്ടിക്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ സി അട്രോപ്പിൻ ആണ് ആൻസർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ ഒരു 3-4 ക്ലാസ്സുകൾ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സൊക്കെ കാണുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടെൻഷനൊന്നും ഇല്ലാണ്ട് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.